എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജണ്ടവരിശകളുടെ രണ്ടാമത്തെ ജണ്ടവരിശകളാണ് നമ്മൾ പാടി. അതിൻ്റെ ഓർഡർ നമ്മൾ പറഞ്ഞു, താളത്തിൻ്റെ കണക്കുകൾ പറഞ്ഞു, അതിൻ്റെ ഒന്നാം കാലം നമ്മൾ പാടി. ഇന്ന് നമ്മൾ അതിൻ്റെ 2ഉം 3ഉം കാലങ്ങൾ ഒന്ന് പാടിയതിന് ശേഷം നമ്മൾ അടുത്ത വരിശ ഏതാണ് എന്ന് നോക്കാം. അപ്പോൾ ജണ്ടവരിശകൾ രണ്ടാമത്തത് രണ്ടാമത്തത് സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒന്നാം കാലം നമ്മൾ പാടി. നമ്മൾ ഇന്ന് പാടുന്നത് അതിൻ്റെ രണ്ടാം കാലമാണ്. രണ്ടാം കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ഇരട്ടി സ്വരമായിട്ട് 4 സ്വരമായിട്ട് കൺവെർട്ട് ചെയ്ത് മാറും. ഒന്നാം കാലം നമ്മുടെ 2 പാടിയെങ്കിൽ രണ്ടാം കാലം അതിൻ്റെ അടുത്ത സ്പീഡ് ഡബിൾ നോട്ടായിട്ടാണ് വരിക, അടുത്ത സ്പീഡാണ്. അപ്പം ഇരട്ടി സ്വരമായിട്ടാണ് വരിക. അപ്പം സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഫുള്ളായിട്ട് പാടി കഴിയുമ്പോൾ താളത്തിൻ്റെ പകുതിയിൽ അത് വന്ന് നിൽക്കും. താളത്തിൻ്റെ പകുതിയിൽ ആദ്യ താളമാണ് നമ്മൾ അടിക്കുന്നത്. അത് 8 സ്വരമാണ്. അത് 8, അതിൻ്റെ 8 എന്ന് പറയുന്നത് പകുതി എന്ന് പറയുന്നത് 4. 1 2 3 4. അപ്പോൾ താളത്തിൻ്റെ പകുതി ഇവിടെയാണ്, ഇവിടെ തീരും. പിന്നെ നമ്മൾ വീണ്ടും താളത്തിൻ്റെ അടുത്ത അംഗത്തിൽ നിന്ന് അടിയിൽ നിന്ന് നമ്മൾ വീണ്ടും താളത്തിൻ്റെ പകുതിയിൽ നിന്ന് ഫസ്റ്റ് റൗണ്ട് വീണ്ടും തുടങ്ങണം. അപ്പോൾ ടോട്ടൽ 2 റൗണ്ട് നമ്മൾ പാടുമ്പോഴാണ് താളം നമ്മൾ ആദ്യം അടിച്ച സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുക. അതിന് താളത്തിന് സമത്തിന് വരിക, താളവും പാട്ടും ഒരുപോലെ വരിക, അതിനാണ് സമം എന്ന് പറയുക. സമത്തിന് വരിക, പാട്ടും താളവും ഒന്നിച്ച് തുടങ്ങുക, അല്ലെങ്കിൽ ഒരേപോലെ നിർത്തുക, ഒരേപോലെ വരിക, അതിനാണ് സമം എന്ന് പറയുക. അപ്പോൾ 2 റൗണ്ട് ജണ്ടവരിശകൾ, രണ്ടാമത്തെ ജണ്ടവരിശകൾ 2 പ്രാവശ്യം മുഴുവനായി നമ്മൾ പാടി കഴിയുമ്പോഴാണ് താളത്തിനൊപ്പം അത് സമത്തിൽ വന്ന് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റൗണ്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് എവിടെ തുടങ്ങുക? സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ധ ധ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ നീ നീ ധ ധ പ പ മ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ. അപ്പം അങ്ങനെ ടോട്ടൽ 2 റൗണ്ട് പാടുമ്പോഴാണ് അത്
നമ്മുടെ താളം തുടങ്ങിയെടുത്ത് തന്നെ വരിക. അത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം. ആദ്യം പാടി തീരുമ്പോൾ ആദ്യത്തെ ലൈൻ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പാടി തീരുമ്പോൾ അത് ഇവിടെ വന്ന് നിൽക്കുക. മാ മാ ഗ ഗ രി രി സാ സാ. പിന്നെ വീണ്ടും നമ്മൾ സാ സാ രി രി ഗ ഗ മാ മാ ഇവിടെ പാടി തുടങ്ങണം. മനസ്സിലായോ? അതൊന്നുകൂടെ പാടാം, ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചോളൂ. സ സ രി രി ഗ ഗ മാ മാ രി രി ഗ ഗ മാ മാ പ പ ഗ ഗ മാ മാ പ പ ദ ദ മാ മാ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മാ മാ ധ ദ പ പ മാ മാ ഗ ഗ പ പ മാ മാ ഗ ഗ രി രി മാ മാ ഗ ഗ രി രി സാ സാ. കഴിഞ്ഞു. പിന്നെ വീണ്ടും സ സ രി രി ഗ ഗ മാ മാ രി രി ഗ ഗ മാ മാ പ പ ഗ ഗ മാ മാ പ പ ദ ദ മാ മാ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ പ മാ മാ ദ ദ പ പ മാ മാ ഗ ഗ പ പ മാ മാ ഗ ഗ രി രി മാ മാ ഗ ഗ രി രി സാ സാ. അപ്പോൾ നമ്മൾ ടോട്ടൽ 2 റൗണ്ട് പാടി. അപ്പോൾ നമ്മൾ താളം തുടങ്ങിയെടുത്ത് തന്നെ താളത്തിൻ്റെ സമത്തിന് പാട്ടും താളവും ഒരുമിച്ച് അവസാനിച്ചു, അല്ലെങ്കിൽ താളത്തിൻ്റെ പകുതി വന്നിരിക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ അടുത്ത കാലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നിങ്ങൾ ആദ്യം ഇതെല്ലാം 1ാം കാലം 2ാം കാലം ശരിയാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അടുത്തത് സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ നീ സ സ സ നീ നീ ദ ദ പ നീ നീ ദ ദ പ പ മ മ ദ ദ പ പ മ മ ഗ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ മ മ രി രി. അപ്പോൾ അത് ഈ പറഞ്ഞ 3-4 റൗണ്ട് നമ്മൾ പാടി വരുമ്പോഴാണ് താളത്തിൻ്റെ സമത്തിലേക്ക് വരിക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇനി ഇത് നിങ്ങളൊരു ആഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ നിങ്ങൾ 1ഉം 2ഉം കാലങ്ങൾ ആദ്യം നല്ല വൃത്തിയായിട്ട് സ്വരസ്ഥാനങ്ങൾ തെറ്റാതെ താളം തെറ്റാതെ പാടി ഒന്ന് കൃത്യമാക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വരിശയെക്കുറിച്ച് പറയാം. ജണ്ടവരിശകൾ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് കുറച്ച് പെട്ടെന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും അനുസരിച്ചിട്ട് നല്ലപോലെ ഫോളോ ചെയ്ത് വരിക. അടുത്ത ജണ്ടവരിശകളെന്ന് പറയുന്നത് സ സ രി രി ഗ ഗ രി രി. ഇത് പല ബുക്കുകളിലും പല അധ്യാപകരും പഠിപ്പിക്കുന്ന ഓർഡറിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഓർഡറിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പല അധ്യാപകരും പലരും പഠിച്ച രീതിക്കനുസരിച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഓർഡറിൽ വ്യത്യാസം ഉണ്ടാവും. അതിനകത്ത് വലിയൊരു കാര്യം കൊടുക്കണ്ട. നമ്മൾ പഠിക്കുന്ന ഓർഡർ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ചിലപ്പോൾ വേറൊരു അധ്യാപകൻ പഠിപ്പിച്ച ഒരു ഓർഡർ, പക്ഷേ ഇതിനകത്ത് ചില ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവർ പഠിച്ചത് എങ്ങനെയാണോ അനുസരിച്ചാണ് അവർ പഠിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഓർഡറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നിങ്ങൾ ഏത് ഓർഡറാണോ പാടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സ്വരസ്ഥാനം തെറ്റാതെ, താളം തെറ്റാതെ, ശ്രുതി തെറ്റാതെ പാടുക എന്നുള്ളതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ചിലപ്പോൾ നമ്മൾ 2ാമതായിട്ട് പാടുന്ന വരിശകൾ വേറൊരു കൂട്ടർ 3ാമതായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ 4ാമതായിട്ട് പാടുന്ന ചിലപ്പോൾ അവർ 2ാമതായിട്ടും പഠിച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ നോക്കണ്ട. അത് നമ്മുടെ വിഷയങ്ങളെ അല്ല. ഒരു സംഗീത വിദ്യാർത്ഥിയുടെ വിഷയങ്ങളൊന്നല്ല, അതൊന്നും അല്ല. ഒരു സംഗീത വിദ്യാർത്ഥിയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് ശ്രുതിയും താളവും സ്വരസ്ഥാനവും തെറ്റാതെ വൃത്തിയായിട്ട് പഠിച്ച് അത് പാടുക എന്നുള്ളതാണ്. അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ ഓർഡർ ഇങ്ങനെ അല്ലല്ലോ, അങ്ങനെ നോക്കണ്ട. അതിലൊന്നും ഒരു കഥയും ഇല്ല. ഓക്കെ. അപ്പം നമ്മുടെ ഓർഡർ പ്രകാരം നമ്മുടെ 3ാമത്തെ വരിശയായിട്ട് നമ്മൾ പറയുന്നത് സ സ രി രി ഗ ഗ രി രി. സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ
മൂന്നാമത്തെ ലൈൻ ഗ ഗ മാമ പാപ്പ മാമ ഗ ഗ മാമ പാപ്പ ധ ധ മാമ പാപ്പ ധ ധ പാപ്പ മാമ പാപ്പ ധ ധ നീ നീ പാപ്പ ധ ധ നീ നീ ധ ധ പാപ്പ ധ ധ നീ നീ സാ സാ. നമ്മൾ ആരോഹണം കഴിഞ്ഞു. ഇനി അവരോഹണമാണ്, ഡിസെൻഡിങ് ഓർഡർ ആണ്. സാ സാ നീ നീ ധ ധ നീ നീ സാ സാ നീ നീ ധ ധ പാപ്പ നീ നീ ധ ധ പാപ്പ ധ ധ നീ നീ ധ ധ പാപ്പ മാമ ധ ധ പാപ്പ മാമ പാപ്പ ധ ധ പാപ്പ മാമ ഗ ഗ പാപ്പ മാമ ഗ പാപ്പ മാമ ഗ ഗ മാമ പാപ്പ മാമ ഗ ഗ രീ രീ മാമ ഗ ഗ രീ രീ ഗ ഗ മാമ ഗ ഗ രീ രീ സാ സാ. ഇതാണ് നമ്മുടെ ഓർഡർ പ്രകാരം നമ്മൾ ജണ്ടവരിസകൾ മൂന്നാമതായിട്ട് പാടുന്നത്. അപ്പോൾ സാർ ഈ പറഞ്ഞ ലൈൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ ആ 2 വരെ എല്ലാം കോമൺ ആണ്. താളം തുടങ്ങുക, പകുതിയാകുക, അവസാനിക്കുക. അതൊരു നമ്മുടെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതുകൊണ്ട് ആദ്യത്തെ 2 വരെ, ആദ്യത്തെ ലൈൻ തുടങ്ങുമ്പോൾ 2 വരെ വരയ്ക്കുക, 8 സ്വരം കഴിഞ്ഞാൽ 1 വരെ വരയ്ക്കുക, വീണ്ടും 8 സ്വരം കഴിഞ്ഞാൽ അടുത്ത 2 വരെ വരയ്ക്കുക. അപ്പോൾ ഒരു താളം കഴിഞ്ഞു. സാർ ഈ പറഞ്ഞ സ്വരങ്ങളെല്ലാം അങ്ങനെ തന്നെ എഴുതുക. ആദ്യം 2 വരെ വരയ്ക്കുക. സ സ രീ രി ഗ ഗ രീ രി 1 വര. സ സ രീ രി ഗ ഗ മാമ 2 വര. അതുപോലെ രീ 2 വര. രീ രി ഗ ഗ മാമ ഗ ഗ 1 വര. രീ രി ഗ ഗ മാമ പാപ്പ 2 വര. അടുത്ത ലൈൻ 2 വര. ഗ ഗ മാമ പാപ്പ മാമ 1 വര. ഗ ഗ മാമ പാപ്പ ധ ധ 2 വര. വീണ്ടും അടുത്ത തുടങ്ങാൻ 2 വര. മാമ പാപ്പ ധ ധ പാപ്പ 1 വര. മാമ പാപ്പ ധ ധ നീ നീ 2 വര. അടുത്ത ലൈൻ 2 വര. പാപ്പ ധ ധ നീ നീ ധ ധ 1 വര. മാമ പാപ്പ ധ ധ നീ നീ പാപ്പ ധ ധ നീ നീ ധ ധ 1 വര. പാപ്പ ധ ധ നീ നീ സാ സാ 2 വര. അപ്പൊ നമ്മൾ മുകളെത്തി. ആരോഹണം കഴിഞ്ഞു. അടുത്തത് സാ സാ നീ നീ ധ ധ നീ നീ. അപ്പൊ ആദ്യം 2 വര വരയ്ക്കണം. സാ സാ നീ നീ ധ ധ നീ നീ 1 വര. സാ സാ നീ നീ ധ ധ പാപ്പ 2 വര. അടുത്ത ലൈൻ 2 വര. നീ നീ ധ ധ പാപ്പ ധ ധ 1 വര. നീ നീ ധ ധ പാപ്പ മാമ 2 വര. വീണ്ടും അടുത്ത ലൈൻ 2 വര. ധ ധ പാപ്പ മാമ പാപ്പ 1 വര. ധ ധ പാപ്പ മാമ ഗ ഗ 2 വര. വീണ്ടും അടുത്ത ലൈൻ 2 വര. പാപ്പ മാമ ഗ ഗ മാമ 1 വര. പാപ്പ മാമ ഗ ഗ രീ രീ 2 വര. വീണ്ടും അടുത്ത ലാസ്റ്റ് ലൈൻ 2 വര. ആദ്യം മാമ ഗ ഗ രീ രീ ഗ ഗ 1 വര. മാമ ഗ ഗ രീ രീ സാ സാ 2 വര. അവസാനിച്ചു. അതാണ് ജണ്ടവരിസകൾ 3. അപ്പോൾ നമുക്കത് എങ്ങനെ പാടുക എന്ന് നോക്കാം. ഒന്ന് ശ്രദ്ധിച്ചോണം, അത് വളരെ ശ്രദ്ധിച്ചോണം. ഇനി വരുന്ന വരിസകളെല്ലാം സ്വരസ്ഥാനങ്ങളെല്ലാം ഓർഡറായിട്ടായിരിക്കില്ല വരുന്നത്. ചില സ്വരങ്ങൾ മുകളിലേക്ക് പോകും, ചിലത് താഴേക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ വരും. അപ്പം അതിനനുസരിച്ച് ട്യൂണിലും വ്യത്യാസം വരും. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നോക്കിയേ, സ സ രി രി ഗ ഗ രി രി. കണ്ടോ, ഗാഗ മാമ എന്നാണ് പറയേണ്ടത്. പക്ഷെ അവിടെ എന്തായി, ഗാഗ കഴിഞ്ഞ് നേരെ താഴേക്ക് വന്നു, രീയിലേക്ക് വന്നു. സ സ രി രി ഗ ഗ രി രി. സസരി ഗഗ നമ്മൾ പിന്നെ ഓൾറെഡി പാടിയിട്ടുള്ളതാണ്. സ സ രി രി ഗ ഗ മാമ. അടുത്ത ലൈൻ രി രി ഗ ഗ
മാ പാടിയിട്ട് ഗ താഴേക്ക് വന്നു. മാ മാ ഗ ഗ. അടുത്ത ലൈൻ രീ രീ ഗ ഗ മാ മാ പ പ. അടുത്ത ലൈൻ ഗായി തുടങ്ങണം. ഗ ഗ മാ മാ പ പ മാ മാ. പായുടെ താഴേക്കാണ് മാ വന്നിട്ടോ. പ പ മാ മാ. പിന്നെ നമ്മുടെ സാധാരണ പാടുന്ന പോലെ ഗ ഗ മാ മാ പ പ ധ ധ. അടുത്ത ലൈൻ മായി തുടങ്ങണം. മാ മാ പ പ ധ ധ പ പ. ധായുടെ താഴെയാണ് പാ വരിക. ധ ധ പ പ താഴേക്ക് വന്നു. പിന്നെ സാധാരണ പോലെ മാ മാ പ പ ധ ധ നീ നീ. അടുത്ത ലൈൻ പായി തുടങ്ങണം. പ പ ധ ധ നീ നീ ദ ദ നീ. മുകളിലും ദ ദ താഴേക്ക്. നീ നീ ദ ദ പ പ ധ ധ നീ നീ സ സ. അപ്പം ഇതിപ്പോൾ നമ്മൾ ആരോഹണം കഴിഞ്ഞു, മുകളിലെത്തി. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ലൈൻ്റെ ഫസ്റ്റ്, അതായത് താളം പകുതിയാകുന്നതിന് തൊട്ട് മുൻപ് സാ സാ രീ രീ ഗ ഗ രീ രീ കണ്ടോ. അവസാനത്തെ എട്ടാമത്തെ നോട്ട്, 8ഉം 7ഉം 8ഉം നോട്ടുകളെല്ലാം താഴേക്കാണ് വരിക അസെൻഡിങ് ഓർഡറിൽ. തൊട്ട് മുന്നിലുള്ള നോട്ടിനേക്കാൾ താഴേക്കാണ് വരിക. ഗ സ സ രീ രീ ഗ ഗ രീ രീ ഗ രീ കണ്ടോ. അതുപോലെ രീ രീ ഗ ഗ മാ മാ ഗ ഗ മാ ഗ താഴേക്ക് വന്നു. ഗ ഗ മാ മാ പ പ മാ മാ. മനസ്സിലായോ? സരി ഗ ഗ മാ മാ പ പ മാ മാ പ മാ. അവരെ മാ മാ പ പ ധ ധ പ പ ധ പ താഴേക്ക് വന്നു. പ പ ധ ധ നീ നീ ദ ധ നീ ദ. നീട് താഴേക്ക് വന്നു. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വരുന്നതെല്ലാം അവസാനത്തെ 2 നോട്ടുകൾ, 7ാമത്തെ 8ാമത്തെ നോട്ടുകളെല്ലാം താഴേക്കാണ് വരിക. തൊട്ട് മുമ്പിലുള്ള സ്വരത്തിനേക്കാൾ താഴേക്കാണ് വരിക. പക്ഷെ ഡിസെൻഡിങ് ഓർഡർ പാടുമ്പോൾ നേരെ മറിച്ചാണ് വരിക. സാ സാ നീ നീ ധ ധ നീ നീ കണ്ടോ. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് അസെൻഡിങ് ഓർഡർ നമ്മൾ പാടിയത് അവസാനത്തെ 2 നോട്ട്, 7ാമത്തെ 8ാമത്തെയും നോട്ട് തൊട്ട് മുകളിലുള്ള നോട്ടിനേക്കാൾ താഴേക്ക് വന്നുവെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ പാടുമ്പോൾ അവസാനത്തെ 2 നോട്ട് മുകളിലേക്കാണ് വരിക. സാ സാ നീ നീ ദ ദ നീ നീ കണ്ടോ. പിന്നെ സാ സാ നീ നീ ദ ദ പ പ. അടുത്ത ലൈൻ നീ നീ ദ ദ പ പ ധ ധ പ ധ. പായുടെ മുകളിലേക്ക് വന്നു. പിന്നെ നീ നീ ദ ദ പ പ മാ മാ. അടുത്ത ലൈൻ ധ ധ പ പ മാ മാ പ പ മാ പ. മായുടെ മുകളിലേക്ക് പാ വന്നു. ധ ധ പ പ മാ മാ ഗ ഗ. അടുത്തത് പ പ മാ മാ ഗ ഗ മാ മാ
ഗ മാ, ഗായുടെ മുകളിലേക്ക് മാന്ന് വന്നു. മനസ്സിലായോ? പ പ മാ മാ ഗ ഗ രി രി മാ മാ ഗ ഗ രി രി ഗ ഗ രി ഗ രി ഗ ഗ മാ മാ ഗ ഗ രി രി സാ സാ. അപ്പം നിങ്ങൾ ഈ മൂന്നാമത്തെ വരിശകൾ ജണ്ടവരിശകൾ 1, 2 അത് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ 3 നിട്ടിട്ട് ഈ വരിശകൾ ആദ്യം ആ വരയും 2 വര 1 വര അവസാനം 2 വര അതെല്ലാം ആ ഓർഡർ പ്രകാരം ആ താള ക്രമപ്രകാരം ആ വരിശകൾ ഓർഡറാക്കി എഴുതിയെടുത്തിട്ട് സാർ ഇന്ന് പാടിയ ഈ സ്വരസ്ഥാനങ്ങൾ ആദ്യം ഒന്ന് പാടി കറക്റ്റ് ചെയ്യുക. അതൊക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് പാടിയ വരിശകൾ എങ്ങനെയാണോ 1ാം കാലം പാടിയത് സ സ രി രി ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ ഗ ഗ രി രി ഗ ഗ മ മ പ പ. ഈ ഓർഡർ പ്രകാരം പ്രാക്ടീസ് ചെയ്തുകൂടാ. അടുത്ത ക്ലാസ് അങ്ങനെ താളം ഒന്നുകൂടെ ഞാൻ പാടിത്തരുന്നതായിരിക്കും. പക്ഷെ നിങ്ങളിത് ആദ്യം നിങ്ങളുടെ വരിശകൾ വൃത്തിയായിട്ട് എൻ്റെ ശ്രുതി തെറ്റാതെ സ്വരസ്ഥാനങ്ങൾ പക്കയായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ജണ്ടവരിശകൾ 1ഉം 2ഉം പാടിയല്ലോ, അതേ സെയിം ഓർഡർ വെച്ചിട്ട് 1ാം കാലം ഒരടിക്ക് 2 സ്വരം വരുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ സിമ്പിളാണത്. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. സ്വരസ്ഥാനങ്ങൾ കൃത്യമായിട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അത് നിറയെ കേൾക്കുക. കേട്ട് ആ സ്വരസ്ഥാനങ്ങൾ നിങ്ങളിപ്പോൾ തൽക്കാലം സാർ എങ്ങനെയാണ് പാടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പാടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് പാടാം. അതുവരെ കൃത്യമായി ഞാൻ പറയുന്ന പോലെ, ഞാൻ നല്ല അധ്യാപകർ പഠിപ്പിക്കുന്നവർ പറയുന്നത് പോലെ കൃത്യമായി അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ? കാരണം അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇനിയുള്ള വരിശകളെല്ലാം വലിയ വരിശകളാണ് വരുന്നത്. ലൈൻസ് കൂടുതലാണ്, സ്വരങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു ലെസൺ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളനുസരിച്ച് നിങ്ങൾ കുറച്ചുകൂടി നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡി ആവുക. ഓക്കെ? അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വളരെ വ്യൂവേഴ്സ് ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരും നല്ലൊരു സപ്പോർട്ട് വേണം. മാക്സിമം എല്ലാവരും കേൾക്കുന്നവർ മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ? എങ്കിലും നമുക്ക് മുന്നോട്ട് കുറച്ച് കാലം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ? അപ്പോൾ എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ പഠിക്കൂ. എല്ലാവരും സുഖമായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.